നമുക്ക് കിരണിന്റെ കല്യാണിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് പ്രകാശം വീട്ടിലേക്ക് വരുവാണ്. അപ്പോഴേക്കും ലക്ഷ്മിയമ്മ ചോദിച്ചു, കല്യാണി മോൾക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ആ സമയം പ്രകാശം പറഞ്ഞു, മോൾ എന്നോട് സംസാരിച്ചു, മോൾക്ക് ബോധം വീണെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ലക്ഷ്മിയമ്മ പറഞ്ഞു, ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. ആകെപ്പാടെ വല്ലാത്തൊരു ടെൻഷനായിരുന്നു. ഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു മോൾക്ക് ഒരു ആപത്ത് സംഭവിക്കില്ലെന്ന്. ഞാനാണെങ്കിലോ ഹോസ്പിറ്റലിലേക്ക് പോവുക പോലും ചെയ്യാതിരുന്നതിന്റെ കാരണം അതായിരുന്നു പ്രകാശേട്ടാ. എനിക്ക് മോളുടെ ആ കിടപ്പ് കാണാൻ പറ്റില്ല. അത് കേട്ടപ്പോൾ പ്രകാശം പറഞ്ഞു, മോൾക്ക് ഒരു ആപത്ത് സംഭവിക്കില്ല. കാരണം മോളുടെ മനസ്സ് അത്ര നല്ലതാണ്. ദൈവങ്ങൾ അവളോടൊപ്പം ഉണ്ട്. അതുകൊണ്ടല്ലേ അവള് വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ വന്നേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ലക്ഷ്മൺ പറഞ്ഞു, അത് ശരിയാ, ഒരിക്കലും ഒരു ആപത്ത് വരില്ല. എല്ലാവരുടെയും പ്രാർത്ഥന അവളോടൊപ്പം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ കിരൺ അങ്ങോട്ടേക്ക് വന്നു. അപ്പൊ ഡ്രസ്സൊക്കെ മാറണമല്ലോ. കാട്ടിൽ നിന്ന് വരുന്ന വഴിയാ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശൻ എവിടെ ഉണ്ടായിരുന്നു. കിരൺ ചോദിച്ചു, അല്ല മോനെ, നീ ഇത് എവിടുന്നാ വരണേന്നൊക്കെ ചോദിക്കോടാ. ആ സമയത്ത് കിരൺ പറഞ്ഞു, അച്ഛാ അത് പിന്നെ ഞാന് വേണ്ട, ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു, ഞാൻ കല്യാണി മോളെ പോയി കണ്ടിട്ടാ വരുന്നേന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പം കിരൺ പറഞ്ഞു, അല്ലച്ചാ അത് പിന്നെ വേണ്ട, നീ പറയുമൊന്നും വേണ്ട, അവൾ എന്നോട് സംസാരിച്ചെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കിരണിന് ഭയങ്കര സന്തോഷമായി. തന്റെ കല്യാണി ജീവിതത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ഇതിൽ പരം ഒരു സന്തോഷം കിരണിന് വേറെ ഇല്ലല്ലോ. കിരൺ പറഞ്ഞു, അച്ഛാ ഇനി എന്താണെങ്കിലും ആ രാഹുൽ എന്ന് പറയുന്ന ബഗാസുരനെ ആരെ ഇല്ലാതാക്കാൻ വരത്തില്ല എന്ന് പറഞ്ഞു. മോനെ, അവനെ തീർക്കണം. അവനെ കൈ കിട്ടിയ വെറുതെ വിടല്ല, അവനെ ഇഞ്ചിഞ്ചായിട്ട് വേണം തീർക്കണമെന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, അവന്റെ കാര്യത്തിലൊരു തീരുമാനമാക്കിയിട്ട് അച്ഛാ ഞാൻ വരണേ. ഞാനും വേലും രതീഷും കൂടെ കൂടിയിട്ട് അവനെ കൊടും കാട്ടിലേക്കാണ് കൊണ്ടുപോയേക്കുന്നത്. ഇന്ന് രാത്രി നേരെ ഇരുണ്ട് വെളുക്കുന്ന സമയത്ത് തന്നെ അവന്റെ കഥ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അവനെ കുറുനരികള് കടിച്ചു തീർക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പ്രകാശന്റെ കണ്ണുകളും തിളങ്ങി. പ്രകാശം പറഞ്ഞു, സത്യമാണോടാ മോനെ നീ പറയണെന്ന് ചോദിച്ചു. അതേ അച്ഛ, സത്യമായിട്ടുള്ള കാര്യമാണ്. അവന് ഞാൻ കൊടുക്കുന്ന ശിക്ഷ അതാന്ന് പറഞ്ഞു. കാരണം അത് ഇച്ചിരി കുറഞ്ഞു പോയെന്ന് എനിക്ക് സംശയമുണ്ട്. കല്യാണിയെ മാത്രമല്ല അവനെ ഉപദ്രവിച്ച എൻ്റെ അച്ഛനെയും അമ്മയും തമ്മിൽ വേർപ്പെടുത്തി എത്രയോ കാലം അവൻ അങ്ങനെ സുഖിച്ചു. പക്ഷെ അതിനൊക്കെയുള്ള ശിക്ഷ അവന് ഞാൻ കൊടുത്തിരിക്കുന്നത്. അവൻ ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് മടങ്ങി വരില്ല എന്ന് പറഞ്ഞു. നാളെ നമ്മൾ കേൾക്കാൻ പോകുന്ന അവന്റെ മരണ വാർത്തയാന്ന് പറഞ്ഞു. പ്രകാശം പറഞ്ഞു, അങ്ങനെയാണ് അവൻ മരിക്കണം മോനെ. അവന്റെ ഒരു മുടിനാലിഴ പോലും ഇനി കിട്ടില്ലെന്ന് പറഞ്ഞു. അവൻ തീരണം. അവൻ ഇനി ഒരിക്കലും ജീവനോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് വരില്ല. അറിയാലോ, ഗംഗാപ്രസാദിനെ പോലെ ആയിരിക്കില്ലെന്ന് പറഞ്ഞു. ഇല്ലച്ചാ, ഈ തവണ എന്താണെങ്കിലും വേലുമൊക്കെ അവന്റെ മരണം ഉറപ്പിക്കുമെന്ന് പറഞ്ഞു. കുറുനരികളൊക്കെയുള്ള കൊടുങ്കാട്ടിൽ അവനെ കൊണ്ടിട്ടിരിക്കുന്നത്, കൈയും കാലും ഒക്കെ ബന്ധിച്ചിട്ടിരിക്കുന്നത്. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, അവിടുന്ന് അവന് ഒരിക്കലും ഉയർത്തെഴുന്നേറ്റ് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നീട് കിരൺ പറഞ്ഞു, ഞാൻ ഈ വേഷമൊക്കെ മാറിയിട്ട് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോട്ടെ. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ പെട്ടെന്ന് അകത്തേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കിരൺ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഭയങ്കര സന്തോഷമായി പ്രകാശന്. ഇങ്ങനെ ഒരു വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ടാ പ്രകാശനും ഇരുന്നിരുന്നേ. ആ സമയം സരയുവിനാണ് ഒരു സന്തോഷമുണ്ട്. കല്യാണിക്ക് ബോധമൊന്നും ഇല്ലല്ലോ. താൻ പോയി കണ്ടപ്പോൾ അവൾക്ക് ബോധമില്ല. അവൾക്ക് ബോധം വീഴാതിരുന്നാൽ മതിയായിരുന്നു. അവൾ അങ്ങനെ ആ കിടപ്പ് കിടക്കണം. അങ്ങനെ കിടന്നുകൊണ്ട് അവളെ കൊണ്ടൊരു പ്രയോജനമില്ല. അധികം വൈകാതെ അവൾ തീർന്നു കിട്ടുകയും ചെയ്യും. തനിക്ക് കിരണിനെ സ്വന്തമാക്കാം. അങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോ ദിവാസ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് താര അങ്ങോട്ടേക്ക് വരുന്നേ. താര വന്നിട്ട് ചോദിച്ചു, മോളെ, കല്യാണി മോളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? അവൾക്ക് സുഖമായെന്നൊക്കെ ചോദിച്ചു. ഇത് എത്രാമത്തെ തവണ അമ്മ ഇത് ചോദിക്കണമെന്ന് ചോദിച്ചു. അല്ല മോളെ, അവളെ കുത്തിയത് ആരാന്ന് മറ്റോ അറിയാവോ? അതെനിക്കെങ്ങനെ അറിയാം? അല്ല, മോളുടെ അച്ഛനെങ്ങാനും ആണോ? എന്റെ അച്ഛനാണോന്നോ? ഇത് അല്ലാന്ന് എത്ര വട്ടം ഞാൻ പറഞ്ഞു. അമ്മയുടെ തലയിലേക്ക് കയറത്തില്ലേന്ന് ചോദിച്ചു. അല്ല, ചിലപ്പം കല്യാണി മോളുടെ ഏറ്റവും കൂടുതൽ ശത്രുതയുള്ള മോളുടെ അച്ഛനല്ലേ? ചിലപ്പോൾ ഇനിയിപ്പം പുള്ളിക്കാരനാണോ അത് ചെയ്തതെന്ന് അറിയത്തില്ല. ആ ഒരു ഭയം കൊണ്ട് ഞാൻ ചോദിച്ചാന്ന് പറഞ്ഞു. ദേ, ഇനി ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത്. എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല എന്നൊക്കെ സരയു പറയുകയാണ്. താനാണ് ഇതിന്റെ പിന്നെ കളിച്ചെന്നുള്ള കാര്യം തന്റെ അമ്മ അറിയാൻ പാടില്ല. അപ്പോഴേക്കും താര പറഞ്ഞു, മിക്കവാറും അങ്ങേരായിരിക്കും. അങ്ങേരെ വെച്ച് അധികം എത്തുള്ളൂ. അല്ലെങ്കിൽ അത്ര നിഷ്കളങ്കയായ ഒരു പെൺകുട്ടി ഒരിക്കലും ഇല്ലാതാക്കാൻ ആരും ശ്രമിക്കില്ല എന്ന് പറഞ്ഞു. അമ്മേ, അവളെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന്. അവള് മരിച്ചാലും എനിക്കൊരു ജീവിതം ഉണ്ടാകത്തുള്ളൂ. അമ്മയ്ക്കറിയാലോ ഞാൻ എത്രമാത്രം കിരണിനെ ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. എന്റെ ജീവിതത്തിലേക്ക് കിരണിനെ കൈപിടിച്ചു കൊണ്ടുവരണം. എന്റെ കൺമണി മോളുടെ അച്ഛനായിട്ട് അവൻ വരണമെന്ന് പറഞ്ഞു. അതിനു വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ സമയത്ത് അതിന് തടയിടുന്ന എന്തേലും പ്രവൃത്തികൾ അമ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, എനിക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റില്ല. അമ്മയാന്നൊന്നും ഞാൻ നോക്കില്ല എന്ന് പറഞ്ഞിട്ട് സരയും കൂടി കയറിപ്പോയി. താരയ്ക്ക് ഭയങ്കര വിഷമമായി. എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം കല്യാണ മോൾ എങ്ങനെയാലും ജീവിതത്തിലേക്ക് മടങ്ങി വന്നാൽ മതിയായിരുന്നു. പാവമാണ് അവള്.
സരുവിന്റെ സ്വഭാവമൊന്നുമല്ല. എല്ലാവർക്കും എപ്പോഴും നന്മ വരണമെന്ന് മാത്രം അവള് പ്രാർത്ഥിക്കുന്നുള്ളൂ. എല്ലാവർക്കും എന്ത് സഹായം ചെയ്യാനൊരു മടിയില്ല. പക്ഷെ അവളുടെ ജീവിതം തട്ടിത്തെറിപ്പിക്കാനായിട്ട് ഇവള് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം പറഞ്ഞ സറിയു തന്റെ മോളാണ്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ അവളോടൊപ്പം തനിക്ക് നിൽക്കാൻ പറ്റില്ല. ഇവളെ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ ഇവൾക്ക് ഭ്രാന്ത് വന്ന സമയത്ത് ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നു. പിന്നെ തന്നെ ഇവളെ എല്ലാം അടിപ്പിക്കാൻ കാരണം കല്യാണി മോൾ ഒറ്റ ഒരുത്തിയാണ്. അവളില്ലായിരുന്നെങ്കിലോ തനിക്കൊന്നും ഒരിക്കലും ഇത് സാധിക്കില്ലായിരുന്നു. എന്നിട്ട് അവളെ തന്നെ ഇല്ലാതാക്കാനായിട്ട് ഇവള് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഓർത്തും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു താരയ്ക്ക്. കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും കിരൺ ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. കാദംബരി ഉണ്ടായിരുന്ന ഐസിയുവിന്റെ മുന്നിൽ. കാദംബരി കിരണിനെ കണ്ടപ്പോൾ ചോദിച്ചു, എന്തായി കിരണേ? ആ, പോയിട്ട് എന്തായി എന്നൊക്കെ ചോദിച്ചു. പേടിക്കൊന്നും വേണ്ട കാദംബരി ചേച്ചി, ഇനിയിപ്പം എന്താണെങ്കിലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. ആ രാഹുലിനെ കുറിച്ച് വല്ല വിവരം കിട്ടിയോന്ന് ചോദിച്ചു. കിട്ടിയോന്നോ? അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. തീരുമാനമാക്കിയെന്നോ? അതെ, അവനെ ഞങ്ങൾ പിടികൂടി. ഞാനും രതീഷും അതുപോലെ വേലും കൂടെ ചേർന്നിട്ട് പിന്നെ ആ കൊടുങ്കാട്ടിലേക്ക് അവനെ കൊണ്ടുപോയി. അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയണം. ഇനി അവൻ ഒരിക്കലും എഴുന്നേറ്റ് വരാൻ പോകുന്നില്ല. അവൻ ചെയ്ത പാവങ്ങൾക്കുള്ള ശിക്ഷ ഇതിച്ചിരി കുറഞ്ഞു പോയെന്ന് എനിക്ക് സംശയമുള്ളൂ. ഓരോ നിമിഷവും പേടിച്ച് ഭയന്ന് അവൻ കിടക്കുവോടെ. കുറുനരകളൊക്കെ അവന്റെ മണം കേട്ട് അവന്റെ അടുത്തേക്ക് വരും. ചെന്നായ്ക്കളൊക്കെ അവനെ കടിച്ചു കീറും. ഇഞ്ചിഞ്ചായിട്ട് അവൻ തീരുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കാദംബരി പറഞ്ഞു, അത് തന്നെ വേണം. എത്രയോ വട്ടം അവസരം കൊടുത്താണ് രക്ഷപ്പെടാനായിട്ട്. ഈ പറയുന്ന രാഹുൽ ശരി, അയാളുടെ മോള് ശരി. എനിക്ക് നല്ല സംശയമുണ്ട് സരിയനും ഇതിനകത്ത് പങ്കുണ്ടോന്ന്. രതിയേട്ടൻ അതാണെങ്കിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം കിരൺ പറഞ്ഞു, നമുക്ക് നോക്കാം. പിന്നീട് പറഞ്ഞു, സൂക്ഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഇനി എന്ത് സൂക്ഷിക്കാനാ? ദുഷ്ടന്മാരുടെ എല്ലാം കാലം നമ്മൾ കഴിച്ചോണ്ടിരിക്കല്ലേ. ആദ്യം ഗംഗാപ്രസാദ്, ഇപ്പോഴാണ്ട് ഈ പറയുന്ന രാഹുല്, ഇനിയിപ്പോ ഒരുത്തനും കൂടെ ഉണ്ട് ജയിലിൽ കിടക്കുന്ന വിക്രം. അവൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ ഇങ്ങനെ ചെയ്യാൻ പോകുന്നെങ്കിൽ ഇനി അവനെ നമ്മൾ കാട്ടിക്കൊണ്ടേ തീർക്കത്തുള്ളെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കാദംബരി പറഞ്ഞു, വേണം, കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സഹോദരനൊക്കെ തന്നെയാണ്. പക്ഷെ അവനെ പോലൊരു ദുഷ്ടനെ ഞാൻ കണ്ടിട്ടില്ല. അല്ല, ഇനിയിപ്പോൾ അവനൊന്നും ജീവനോടെ ഇരുന്നിട്ട് കാര്യമില്ല. ഇത്രയും ദുഷ്ടത്തരങ്ങളൊക്കെ ചെയ്തിട്ട് അവനൊക്കെ ജയിലിലേക്ക് പോയിട്ടുണ്ടെങ്കിലും അധികം വൈകാതെ ജയിലിൽ ചാടിയാണെങ്കിലും വരും. മോചനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവനൊക്കെ ആരുടെയും ജീവൻ എടുക്കുമെന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം. അതുകൊണ്ടല്ലേ ഈ പറയുന്ന രാഹുലിന്റെ കഥ ഞങ്ങൾ കഴിച്ചത്. അവൻ പുറത്തിറങ്ങിയിട്ട് അവൻ വീണ്ടും എൻ്റെ കല്യാണി ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അവൻ ഇത്തിരിയെങ്കിലും ഒരു ബോധം വിവേകം ഉണ്ടായിരുന്നെങ്കിൽ അവൻ അത് ചെയ്യത്തില്ലായിരുന്നു. പരോളിന് ഇറങ്ങിയിട്ടാന്ന് ഓർക്കണം. ഇനി അവനെ ജീവനോടെ വെച്ചേക്കില്ല ഞാൻ തീരുമാനിച്ച കാര്യമാണ്. അതുകൊണ്ടാണ് കൊടുങ്കാട്ടിലേക്ക് അവനെ കൊണ്ടുപോയെന്ന് പറഞ്ഞു. കാദംബരിക്ക് അത് കേട്ടിഞ്ഞപ്പോൾ ഒരു സമാധാനമായിരുന്നു. പിന്നീട് കിരണ് കല്യാണിയെ കാണാനായിട്ട് കയറി ചെല്ലുവാണ് ഐസിനകത്തേക്ക്. അങ്ങനെ കല്യാണിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കല്യാണി കണ്ണു തുറന്ന് കിരണിനെ നോക്കി. കിരണ് സന്തോഷത്തോടെ അവളുടെ കയ്യിലേക്ക് പിടിച്ചു. ഇപ്പോഴെനിക്കൊരു സമാധാനമായത്. ഈ സമയത്ത് കല്യാണി ചോദിച്ചു, കിരണേട്ടൻ ഇത് എവിടെ പോയതായിരുന്നു ചോദിച്ചു. കിരൺ പറഞ്ഞു, നീ പേടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. കിരണേട്ടാ, അയാള് ഇറങ്ങി നടക്കുന്നുണ്ട് അറിയാലോ. എന്നെ ഇങ്ങനെ ഒരു ചേത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞു. കല്യാണി, നീ പേടിക്കണ്ട. ഇനി അയാൾ ഒരിക്കലും നിന്നെ ഉപദ്രവിക്കാൻ വരത്തില്ല. അതെന്താ കിരണേട്ട അത്ര ആത്മവിശ്വാസത്തോടെ പറയണെന്ന് ചോദിച്ചു. ഇനിയുള്ള ദിവസങ്ങളിൽ എനിക്ക് നല്ല ആത്മവിശ്വാസം തന്നെയായിരിക്കും. ദുഷ്ടന്മാരെ ഓരോരുത്തരെയായിട്ട് നമ്മൾ നിഗ്രഹിച്ചുകൊണ്ടിരിക്കുമല്ലേ. ഇനി അവൻ ഒരിക്കലും നിന്നെ വന്ന് ഉപദ്രവിക്കാൻ പോകുന്നില്ല. അവനെ ആ ദുഷ്ടശക്തിയെ ഞാൻ അങ്ങോട്ട് തീർത്തെന്ന് പറഞ്ഞു. എന്താ കിരണേട്ടാ പറയണെന്ന് ചോദിച്ചു. നീ പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കുക. നിന്റെ നേരെ എന്നല്ല, ഇനിയിപ്പോൾ ആരുടെ നേരെ ആ ആക്രമണം അഴിച്ചുവിടാനായിട്ട് അവൻ വരത്തില്ല എന്ന് പറഞ്ഞു. അവന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കിയ ഞാൻ വന്നിരിക്കുന്നത്. അല്ലെങ്കിലും ഇത്രയും നാൾക്ക് ഞാൻ സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോയി. അല്ല, അങ്കിളാണല്ലോ എന്നൊരു പരിഗണന കൊടുത്തു. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. പക്ഷെ ഈ കാര്യം നേരത്തെ ചെയ്യുമായിരുന്നെങ്കിൽ അവനെ പോലുള്ളവന്മാർക്കൊക്കെ ഇങ്ങനത്തെ ശിക്ഷ തന്നെ വേണം കിട്ടാനായിട്ട്. നീ ധൈര്യമായിട്ടിരിക്കും കല്യാണി, പേടിക്കണ്ട. അതൊക്കെ പറഞ്ഞ് കല്യാണിയെ സമാധാനിപ്പിക്കുന്നുണ്ട് കിരണ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.